Good evening, everyone. I hope I'm audible. Yes. All right. Welcome to Eminent PSC, and I'm Nihal Japan. Audible ആണല്ലോ അല്ലേ? Yes. I'm so glad that we have some wonderful participants here. And this webinar is strictly about Kerala PSC Assistant Professor exam. എനിക്കറിയാം നിങ്ങളെല്ലാവരും UGC നെറ്റ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് യു ആർ ഹിയർ ഫൈനലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ എക്സാം. പക്ഷേ ഈ എക്സാമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് മിത്സുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളെ പേടിപ്പെടുത്തുന്ന വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ നേരം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ള ഒരു കേസിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഐ വാണ്ട് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, ടെൻഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. ആൻഡ് നിയമനം എങ്ങനെയാണ്, പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്റെ ഒരു ലെവൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചാൽ എത്തുവോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും, ഇല്ലേ? സോ ഇതിനെയൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും എമിനന്റ് PSC-യിൽ നമ്മൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സെഷനിൽ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ എന്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് കൺഫേം ചെയ്യണേ. യെസ്, ആൻഡ് റെസ്പോൺസീവ് ആയിട്ടിരിക്കുക. ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. കാണാമല്ലോ. വിസിബിൾ അല്ലേ? പറ്റാവുന്നവർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കാട്ടോ. ഓക്കെ, യെസ്. നമ്മൾ UGC നെറ്റ് അല്ലെങ്കിൽ സെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിലബസിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. ആൻഡ് അത് കമ്പാരിറ്റീവ്ലി ഈസിയറും കൂടെ ആയിരുന്നു. അതായത് ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഈസിയർ ആണ്. ഈസിയർ ആണെന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താണ്? നമ്മൾ പരമ്പരാഗതമായിട്ട് ടിപ്പിക്കലി പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? MCQs എന്ന് പറയുന്നത്. ചെറിയ കാലം മുതലേ, ചെറിയ ക്ലാസ്സുകൾ മുതലേ നമുക്കത് അറിയാം. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കത് മീഡിയം ഈസിയാണ്. പിന്നെ ഓപ്ഷൻസും കൂടെ ലഭ്യമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇങ്ങനെ ധാരാളം റിലാക്സേഷൻസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് കംഫർട്ടിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ UGC നെറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ എഴുത്ത് പരീക്ഷയാണ്. നിങ്ങൾ അത് എഴുതി തന്നെ പ്രസന്റ് ചെയ്യണം. സോ അതിനർത്ഥം ഇവിടെ യാതൊരു ഓപ്ഷൻസും ഇല്ല. ഓപ്ഷൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ല, ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എഴുത്തിന്റെ നേച്ചർ ആണ്, അല്ലാണ്ട് നമ്മൾ എക്സാം എഴുതേണ്ട സ്വഭാവമല്ല. അത് വേറെ തന്നെ വരുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. സോ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എഴുത്ത് പരീക്ഷയാണ്. നമ്മൾ എഴുതി തന്നെ ശീലിക്കേണ്ടതുണ്ട്. പേനയും പേപ്പറും വെച്ചിട്ട് പരമ്പരാഗതമായിട്ടുള്ള രീതിക്ക് തന്നെ നമ്മൾ അത് പഠിച്ച് എഴുതുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ചും അത് തന്നെയാണ്. കാരണം കുറച്ചു കാലമായി നമ്മൾ എഴുത്തിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ മിക്ക ആളുകളും കോളേജിൽ ട്യൂട്ടർ ചെയ്യുന്ന ആളുകളായിരിക്കും, ലെക്ചറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം ടീച്ചിങ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കോളേജിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചിലർ ഓൾറെഡി JRF വെച്ചിട്ട് റിസർച്ച് സ്കോളർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരുപക്ഷെ PhD കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഞാൻ ഒരു മിക്സ്ഡ് ഓഡിയൻസിനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏത് വഴിക്ക്, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്ന ആളുകളായിരുന്നാലും ശരി, ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം പറയുകയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, അല്ലെ? നമ്മൾ എഴുത്ത് അല്ലെങ്കിൽ ഈ എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ട ഒരു ബേസിക് നിബന്ധനയുണ്ടല്ലോ, ഒരു സ്കിൽഡ് ആക്കഡമിക് റൈറ്റിംഗ്. അതിൽ നിന്ന് ഒരുപക്ഷെ വലിയൊരു തോതിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടാവണം. കാരണം എസ്പെഷ്യലി നമ്മൾ കുറച്ചു കാലമായിട്ട് ഇതുപോലുള്ള MCQ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾ കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയോട് പൊരുത്തപ്പെട്ടു. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച്, ഇന്നത്തെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ചും
നമുക്ക് അത്തരത്തിലുള്ള ആക്കഡമിക് സ്കോളർലി റൈറ്റിംഗിൽ പാർട്ടിസിപ്പേഷൻ കമ്പാരിറ്റീവ്ലി കുറവും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ്, എന്നെ കൊണ്ടത് പറ്റില്ല, ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് എഴുതാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. നമുക്കറിയാം, മിത്സുകളൊക്കെ മാറ്റിവെക്കാം. നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. എന്താണ് ഇവിടെ പറയുന്നത്? ടുഡേ we are going to analyze the exam from content to score, mastering the descriptive paper. നമുക്കറിയാം, ഒരു കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടന്റ് അറിയണം. നിങ്ങൾ അന്വേഷിച്ചത് പ്രകാരമായിട്ട് ഇതിൽ 14ഓളം മൊഡ്യൂളുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ്, മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇനി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, നമുക്ക് 14 മൊഡ്യൂളുകളുണ്ട്. HSST എക്സാം മുമ്പ് എഴുതിയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഇനി VHSC എക്സാം എഴുതാനുള്ള ആളുകൾക്കും കുറച്ച് ധാരണ ഉണ്ടാവുമായിരിക്കും അതിനെക്കുറിച്ച്. സെയിം സിലബസ് ആണ്. സെയിം സിലബസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിനേതായിട്ട് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു ജനറൽ അല്ലെങ്കിൽ കേരള PSC മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കുറച്ച് പോർഷൻസ് അവിടെ വരുന്നുണ്ട്. HSSTക്ക് പറഞ്ഞിട്ടുള്ള അതൊഴികെയുള്ള മറ്റ് മൊഡ്യൂൾസുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അതായത് 14ഓളം മൊഡ്യൂൾസുകൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസുകളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏരിയാസും കൂടെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ഏരിയ എല്ലാം നമ്മൾ കവർ ചെയ്യണം. സോ കോണ്ടന്റ് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. പക്ഷെ അങ്ങനെയെങ്കിൽ ഞാനൊരു സിലബസ് മാറാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറവാണ്. അങ്ങേയറ്റം കുറവാണ്. ഇതുവരെ കഴിഞ്ഞ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് മാറുക എന്ന് പറയുന്നത് വളരെയധികം ചാൻസ് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഇൻ കേസ് മാറിക്കഴിഞ്ഞാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റാവുന്നത്? അത് മാറുക എന്ന് പറയുമ്പോഴും വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം അത്രയും വലിയൊരു സ്റ്റേബിൾ സിലബസ് നമുക്ക് ഓൾറെഡി മുന്നിൽ തന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 2024-ലും 2021-ലും പരീക്ഷകൾ നടന്നു, അല്ലെ? സോ ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിലബസിൽ വലിയ തോതിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് നടത്തിയെടുക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഏതെങ്കിലും ചെറിയ ടോപ്പിക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം വരുത്തുക. അത് പിന്നെയും ഒരു ലീസ്റ്റ് പോസിബിലിറ്റി ആയിട്ട് കരുതാം. എന്നിരുന്നാലും വലിയ തോതിൽ നമ്മളത് പ്രതീക്ഷിക്കേണ്ട. സോ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം. അതല്ലാത്ത പക്ഷം ഇനി ഇൻ കേസ് ചെറിയൊരു സിലബസിൽ ചെറിയൊരു വ്യതിയാനം വന്നു വന്നിരിക്കട്ടെ, അതിനെല്ലാം നമ്മൾ സജ്ജമായിട്ടിരിക്കുകയാണ്. സോ ഡോണ്ട് വറി. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു കോണ്ടന്റ് മാസ്റ്ററി നിർബന്ധമാണ്. സോ പലപ്പോഴും കോണ്ടന്റ് മാസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ കൂടെ വരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം, HSST ഇംഗ്ലീഷിന്റെ ആ ഒരു മൊഡ്യൂൾസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. 14 മൊഡ്യൂൾസുകൾ എന്ന് പറയുമ്പോൾ ഓരോന്നും ഓരോ വർക്കാണ്. ഷേക്സ്പിയറിന്റെ 12th നൈറ്റ്, ഹാംലെറ്റ്, അല്ലെ? 20th സെഞ്ചുറി ഫിക്ഷൻ, അതുപോലെ തന്നെ 19th സെഞ്ചുറി ഫിക്ഷൻ, റൊമാൻറ്റിസിസം, എല്ലാ ഏജിലുള്ള വർക്ക്സുകളുണ്ട്. ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്, യൂറോപ്യൻ ലിറ്ററേച്ചർ ഉണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. ലിറ്റററി തിയറി ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്, എല്ലാം ഉണ്ട്. പലതും നമുക്ക് വർക്കുകളായിട്ടാണ് പഠിക്കാനുള്ളത്. സോ അപ്പൊ നമ്മൾ വെറി ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആവുമ്പോൾ ഈ പുസ്തകം എല്ലാം ഒരു കഷായം പോലെ അരച്ച് കലക്കി കുടിക്കുക എന്നുള്ളതാണോ? അല്ല, ഒരിക്കലും അല്ല. ഏത് ദുർഘടം പിടിച്ച മാർഗത്തിലും നമുക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഒരു വഴി ഉണ്ടാവും, ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും. ഇവിടുത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാവുന്നത് എന്താണ്? കോണ്ടന്റ് നിങ്ങൾ പഠിക്കണം. പഠിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ പഠിക്കണം. പക്ഷേ അവിടുത്തെ ട്രിഗർ ക്വസ്റ്റ്യന്റെ ഏരിയ വെച്ചുകൊണ്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. ട്രിഗർ ക്വസ്റ്റ്യൻസ് അഥവാ അവിടെ ചോദ്യങ്ങൾ വരാൻ പൊട്ടൻഷ്യൽ ഉള്ള പല ടോപ്പിക്കുകളുണ്ട്. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുക. അതാണ് നമുക്ക് കോണ്ടന്റ് മാസ്റ്ററിക്ക് വേണ്ടി ചെയ്യാവുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കോണ്ടന്റ് അറിയാം, കാര്യമുണ്ടോ? നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ കഴിയുമോ? അവിടെയാണ് കാര്യം, അല്ലെ? നമുക്കറിയാവുന്ന വിവരം, നമുക്കറിയാവുന്ന നോളജ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ആൻസർ പേപ്പറിൽ? ഇതിലാണ് കാര്യം. Right. So what are we going to do? We are going to understand the exam, build content, and we'll be mastering descriptive writing, we'll be executing, and along with that, you'll get mentored. So ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾക്ക് കോണ്ടന്റ് മാസ്റ്റർ വേണം. നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പഠിക്കാൻ പറ്റണം. എല്ലാം പഠിക്കണമെന്നുണ്ടോ? 12th നൈറ്റ് ഒരു വലിയ പ്ലേ ആണ്. എല്ലാം നിങ്ങൾ അരച്ചു കലക്കി കുടിക്കണോ? വേണ്ട. ഇവിടെ ആവശ്യമുള്ള ചില പ്രത്യേക ഏരിയാസ് ഉണ്ട്. അവിടെ ഫോക്കസ് ചെയ്തു ഡെപ്തിലുള്ള ഒരു പഠനവും, അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു പഠനവും. പിന്നെയോ, പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളത് വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കുക.
എന്നിട്ട് നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യണം. നിങ്ങൾ പ്രസന്റ് ചെയ്യണം. പ്രസന്റേഷനിലും കാര്യമുണ്ട്. ഇനി ഒരു പക്ഷെ നിങ്ങൾ അത് എഴുതിയൊക്കെ തുടങ്ങി, ഒരുപാട് തെറ്റുകൾ വന്നു. നിങ്ങൾക്കൊരു പ്രോപ്പർ മെന്ററിങ് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ, ഏതെങ്കിലും ഒരു സാമ്പിൾ ആൻസർ പേപ്പർ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ടോപ്പ് സ്കോററുടെ ആൻസർ പേപ്പർ ഞങ്ങൾക്കൊന്ന് തരൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ, അതുപോലെ അങ്ങ് എഴുതാം. അതിൽ കാര്യമുണ്ടോ? ഇല്ല. ആ ടോപ്പ് സ്കോറർ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നല്ലൊരാളുടെ ഉത്തര പേപ്പറും നിങ്ങളുടെ ഉത്തര പേപ്പറും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. മറ്റൊരു ഉത്തര പേപ്പറിനെ കണ്ടിട്ട് നമ്മുടെ എഴുത്തിന്റെ ശൈലിയെ ഒന്നിനെയും നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു എക്സാമിൽ നോട്ടീസ് ചെയ്യപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എഴുത്തിന്റെ ശൈലി കൊണ്ടാണ്. കാരണം എന്താണ്? എല്ലാവർക്കും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കോണ്ടന്റ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങളുടെ ഉത്തരം എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം? നിങ്ങളുടെ എഴുത്തുകൊണ്ട്. രണ്ടാമതായിട്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തു, അതിനെ നിങ്ങൾ എങ്ങനെ വിശകലനാടിസ്ഥാനത്തിൽ അഥവാ അനലിറ്റിക്കലി നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ റിമെമ്പർ, what are we really preparing for? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? സിലബസ് കംപ്ലീഷൻ അല്ല. You need to be able to know the content, understand the question. ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ പരീക്ഷയുടെ ഒരു ഘടന അറിയാമല്ലോ. അറിയാമല്ലോ എല്ലാവർക്കും. എത്ര മണിക്കൂർ പരീക്ഷയാണ്? UGC നെറ്റ് 3 മണിക്കൂറായിരുന്നു. ഈ പരീക്ഷ എത്ര മണിക്കൂറുണ്ട്? ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും. 2 hours ആണ്. 2 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. അതെ, 2 hours ആണ് വരുന്നത്. കൂടാണ്ട് ഈ 2 മണിക്കൂർ പരീക്ഷയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് തന്നെ 3 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക്, അല്ല 3 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക്, ഈ രീതിക്കാണ് വരുന്നത്. കഴിഞ്ഞ SC കാറ്റഗറിയിൽ 2024 ഒരു സ്പെഷ്യൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് 5 മാർക്ക് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. സോ അതായത് അവിടെ ചെറിയ സ്കോറിംഗിൽ ചെറിയ വ്യത്യാസം വരുത്തി, പക്ഷെ പരീക്ഷയുടെ പാറ്റേൺ സെയിം തന്നെ. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ്ലി എന്ത് എക്സ്പെക്ട് ചെയ്യാം? 3 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 6 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 8 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് 3 മാർക്കിന്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ ആൻസറും അതുപോലെ തന്നെ 6 മാർക്കും 8 മാർക്കും ഒക്കെ ഷോർട്ട് എസ്സേയും ലോങ് എസ്സേയും ആണെന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടി. ഇനി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. സോ നിങ്ങളുടെ ഉത്തരം പലപ്പോഴും ഒരു ആർഗ്യുമെന്റേറ്റീവ് ആൻസറും കൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് എസ്സേയോ ഷോർട്ട് എസ്സേയോ ഒരു ആർഗ്യുമെന്റേറ്റീവ് ആൻസറും കൂടെയാണെന്നുള്ളത് ഓർക്കണം. സോ അതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നിങ്ങളൊരു ആർഗ്യുമെന്റ് ആണ് എഴുതുന്നത്, നിങ്ങളൊരു ക്വാളിറ്റി ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആണ് കൊടുക്കുന്നത്, ആൻഡ് അത് നിങ്ങൾ ആക്കഡമിക്കലി ആണ് എഴുതുന്നത്. ഇതും നിങ്ങൾ PGക്കും അതുപോലെ തന്നെ UGക്കും പഠിച്ചിരിക്കുന്ന ആ പാറ്റേണുമായിട്ട് വ്യത്യാസമുണ്ടോ? ആ നിലവാരത്തിൽ എഴുതിയാൽ മതിയോ? തോന്നുന്നുണ്ടോ? നമ്മളിവിടെ എന്തിനു വേണ്ടിയിട്ടാ അപേക്ഷിക്കുന്നത്, തയ്യാറെടുക്കുന്നത്, പരീക്ഷ എഴുതുന്നത്? കോളേജ് പ്രൊഫസേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതും കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കേരള PSC നിയമിക്കുന്ന കോളേജ് പ്രൊഫസേഴ്സ് ആകുവാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കോളർലി നോളജ് ഉണ്ട്, പ്രസന്റേഷൻ സ്കിൽസ് ഉണ്ട്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരുത്തം വന്നിട്ടുള്ള, വഴക്കം വന്നിട്ടുള്ള, എക്സ്പെർട്ടീസ് ഉള്ള, ആക്കഡമിക് നോളജും മാനിഫെസ്റ്റേഷൻ സ്കിൽസും ഉള്ള, ഡെമോൺസ്ട്രേഷൻ സ്കിൽസും ഉള്ള ആളുകളാണോ നിങ്ങൾ എന്നുള്ളത് നമ്മൾ അവിടെ തെളിയിക്കുകയാണ്. സോ അവിടെ കോണ്ടന്റ് നോളജ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷനും എഴുത്തും അതിനെ പരിപൂർണമാക്കുന്ന ഒന്നാണ്. അതായത് ഇതെല്ലാം വേണം. ഇനി അത് മാത്രമല്ല, മറ്റൊരു ചാലഞ്ച് എന്താണ്? 2 മണിക്കൂറിനിടയിൽ 3 മാർക്കിന്റെയും 6 മാർക്കിന്റെയും 8 മാർക്കിന്റെയും 20ഓളം വരുന്ന ചോദ്യങ്ങളാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഓൾ ക്വസ്റ്റ്യൻസ് അല്ല, ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻസ് അല്ല. അതിനർത്ഥം 2 മണിക്കൂർ എന്ന് പറയുന്ന കർശന സമയ നിയന്ത്രണമുണ്ട്. നമ്മൾ എഴുതാനുള്ളത് മൊത്തം ഡിസ്ക്രിപ്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു MCQs ഒക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. കാരണം എന്ത് വന്നാലും ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ട് ചെയ്യും. ബട്ട് അറ്റ് സെയിം ടൈം ദിസ് ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. സോ അതിന് നമുക്ക് ആൻസർ ചെയ്യണം, ചിന്തിക്കണം, പ്ലാൻ ചെയ്യണം, ലേ ഔട്ട് കൊടുക്കണം, കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അവിടെ ഉണ്ടാവണം. അത് ടൈം ബൗണ്ട് ആയിട്ട് ഈ മൊത്തം എഴുതണം. ഒരു എസ്സേ എങ്ങാനും വലുപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ അടുത്തത് എഴുതാൻ ഒരുപക്ഷെ സമയം തികയില്ല, അല്ലെങ്കിൽ അടുത്തത് ചെറുതായി പോകും. ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. സോ നിങ്ങൾ നിർത്തേണ്ടടുത്ത് നിർത്തണം, നിർത്തേണ്ടടുത്ത് നിർത്തിയിരിക്കണം, അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ആൻസർ സ്ട്രക്ചർ ചെയ്യുന്നതിൽ പ്രധാനമാണ്. ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ, ആ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഫൈനലൈസ് ചെയ്ത് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ് ദ വിൽ ബി എക്സിക്യൂട്ടഡ് അണ്ടർ എക്സാം പ്രഷർ, റൈറ്റ്? നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആ എക്സാം പ്രഷറിൽ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റണം.
അപ്പൊ പാനിക്കായി അയ്യോ എനിക്ക് ഈ ക്വസ്റ്റൻ എഴുതാൻ പറ്റിയില്ല എന്നുള്ള തരത്തില് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോ സ്ട്രാറ്റജിയോ പ്രിപ്പറേഷനോ ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പരീക്ഷയല്ല ഇത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങളെ പേടിപ്പിച്ചു വെക്കാനല്ല, ഞാൻ അതിന്റെ വസ്തുതാപരമായിട്ടുള്ള ചില വശങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എന്നാൽ അതേസമയം ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ, ചില കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ ഹാബിറ്റ് അല്ലെങ്കിൽ ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ മുതൽ നിങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസോട് കൂടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും. സോ നിങ്ങൾക്കറിയാം കേരള PSC ആണ് ഈ പരീക്ഷ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഏത് പരീക്ഷ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ എക്സാമിനേഷൻ സ്ട്രക്ചർ ആണ്. 2 മണിക്കൂറാണ്, 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല, വിച്ച് മീൻസ് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. 3, 6, 8 ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഒരു 3 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഹാഫ് പേജും, അതുപോലെ തന്നെ 6 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആണ്. ഒരു 2 to 3 പാരഗ്രാഫ്സ് അലോങ് വിത്ത് ഇൻട്രോ ബോഡി പാരഗ്രാഫ്സ് നമുക്ക് ഇൻട്രോ കൺക്ലൂഷൻ പാരഗ്രാഫ്സ് നമുക്ക് ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ 8 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 പരമാവധി ബോഡി പാരഗ്രാഫ്സുകളും ബാക്കി ഇൻട്രോ കൺക്ലൂഷൻ പാരഗ്രാഫ്സ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അവിടെ പോവാം. ഓക്കെ, പിന്നെ സിലബസ് കവർ ചെയ്തിരിക്കണം. സിലബസ് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ഓർ ക്വസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ 14 മൊഡ്യൂൾസിലെ എൻ്റെ വർക്ക്സുകളും അതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്, നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ പ്രത്യേകം എംഫസൈസ് ചെയ്ത് പഠിക്കണം. നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അത്രത്തോളം പ്രാധാന്യം നൽകിയാൽ മതി, പക്ഷെ അതിനും പഠിക്കേണ്ട രീതിക്ക് പഠിക്കണം. ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെ വരുന്നത് മനസ്സിലാക്കണം. അവിടെയുള്ള ഒബ്ജക്റ്റീവ് കോമ്പണൻസ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് കോമ്പണൻസ് എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ടൈം കൺസ്ട്രെയിൻസുകൾ എന്തൊക്കെയാണ്, ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അവരെന്തെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഇല്ലേ? നമുക്ക് തോന്നിയൊരു ഉത്തരം എഴുതിയാൽ മതിയോ? പറ്റില്ല. ഷേക്സ്പിയർ ഇന്ന കാര്യം ഇവിടെ പറഞ്ഞു വെച്ചു, ഷേക്സ്പിയർ ഇതാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു സാധനം ഈ ഒരു വർക്കിൽ കാണാം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മുടെ പരീക്ഷയുടെ സ്വഭാവം എന്താണ്? എഴുത്ത് പരീക്ഷയാണ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. പക്ഷെ നമ്മൾ നൽകേണ്ട ആൻസറിന്റെ സ്വഭാവം എന്താണ്? അത് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉള്ളതായിരിക്കണം, ആർഗ്യുമെന്റേറ്റീവ് ആയിരിക്കണം, അനലിറ്റിക്കൽ ആയിരിക്കണം, വിത്ത് പ്രോപ്പർ എവിഡൻസ്. ടെക്സ്ച്വൽ റെഫറൻസുകളെല്ലാം ആവശ്യത്തിന് നമ്മൾ നൽകിക്കൊണ്ട് വളരെ വൃത്തിയായിട്ട് ക്വസ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്സ്ച്വൽ റെഫറൻസുകളും വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിക്കുന്ന ആൻസേഴ്സ് ആയിരിക്കണം. അതായത് ഒരു വിവരവും ബോധവുമുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് നമ്മളെന്ന് നമ്മൾ തെളിയിക്കുകയാണ്. റൈറ്റ്. പക്ഷെ നമ്മൾ പലപ്പോഴും വരുത്തുന്ന ചില മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ബാധിക്കുന്ന ചില വറീസ്, കൺസേൺസ് ഉണ്ട്. ഐ സ്റ്റഡീഡ് എവറിത്തിങ്, വൈ കാൺട്ട് ഐ റൈറ്റ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇതെല്ലാം എനിക്കറിയാം, പക്ഷെ ഇവിടെ പലരും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പം ഞാൻ നിലവില് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും ഈവൻ ഇൻക്ലൂഡിങ് ദിസ് എക്സാംസിന് വേണ്ടിയിട്ടും കോച്ച് ചെയ്യുന്ന സമയത്ത് എന്നോട് പലപ്പോഴും സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, കോണ്ടന്റ് ഒക്കെ അറിയാം അല്ലെങ്കിൽ കോണ്ടന്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്, പക്ഷെ എഴുതിയിട്ട് അങ്ങ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ കുറച്ചായി എഴുതിയിട്ട്. എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്? എഴുതാത്തത് കൊണ്ടാണ്. അത് അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം. പക്ഷേ അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ എഴുതി തുടങ്ങുക. എഴുതാനുള്ള പരീക്ഷയാണെങ്കിൽ അന്നത്തേക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചുകൊണ്ട് അന്ന് എഴുതാൻ പറ്റില്ല. ഒരു ശീലം നമ്മൾ ബിൽഡ് ചെയ്യണം. ദിവസേന കുറേശ്ശെ എഴുതുന്ന ഒരു ശീലം വേണം. പക്ഷേ അത് വലിയൊരു ഒരു പ്രശ്നമാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതില്ല. ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ പ്ലാനുകൾ, ചെറിയ ചെറിയ ഗോൾസുകൾ, അത് നമ്മൾ ഓരോരോ ബേബി സ്റ്റെപ്സുകൾ 1 by 1 ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുക. ആൻഡ് റിമെമ്പർ, ഇത് ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. പക്ഷെ അതേസമയം തന്നെ സ്ട്രാറ്റജിയോട് കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റുട്ടീനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു റുട്ടീൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷയായിട്ട് ഈ ഒരു പോസ്റ്റിന് കൊടുക്കുന്നുണ്ട്? കാരണം നിങ്ങൾക്കറിയാം അത് അത്രത്തോളം ഉയർന്ന ഒരു സ്ഥാനമാണ്. ഗ്രേഡ് പ്രൊമോട്ടഡ് ആയി പോകുന്നതിനനുസരിച്ച് 1,80,000 സംതിങ് വരെ അതിന്റെ ആ ഒരു സാലറി പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ് തന്നെയുള്ള തുക നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ലെസ് ഇൻക്രിമെന്റ്സ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. സോ അത്രത്തോളം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്, അത്രത്തോളം ഗ്യാരണ്ടീഡ് സെക്യൂരിറ്റി ഉള്ള ഒരു പോസ്റ്റ് ആണ്. സോ വൈ ഷുഡ് ബി എവർ ഡ്രോപ്പ് സച്ച് എൻ അമേസിംഗ് സച്ച് എൻ അമേസിംഗ് പോസ്റ്റ്? അല്ലെ, നമ്മൾ എന്തുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യണം? എന്തുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം? നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ധാരണയുണ്ട് എന്നുള്ളത് വെച്ച് we can't simply say that I know how to write it, because we may know Shakespeare, Romanticism, Milton, Modernism. You might know every single literary theory, criticism, and you might even know every single Indian writers. Doesn't matter. Are you able to
put them all together into the exam paper in the desired manner, ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് പ്രോപ്പർ എവിഡൻസും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ക്വസ്റ്റ്യന് ആ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിലാണ് കാര്യം. നമ്മുടെ കോണ്ടന്റ് നോളജ് പോലും പ്രസക്തമല്ലാതാവുന്നത് എപ്പോഴാണ്? വിചാരിച്ച രൂപത്തിൽ നിങ്ങളുടെ ആൻസർ അവിടെ വരാതിരിക്കുമ്പോഴാണ്, അല്ലെ? അപ്പം ഉള്ള അറിവിനെ അവിടെ ആയുധമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. So that's a question, but can you turn that knowledge into a focused, analytical, well-structured answer? Structured ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. ഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ ഇറലവന്റ് ആയിട്ടുള്ള ഒന്നും ആഡ് ചെയ്യരുത്. പാസ്റ്റ് ഫ്യൂ മന്ത്സ് while I've been correcting some aspirants, ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. പലപ്പോഴും നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ പോലും അത് അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഒരു കൊട്ടേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് എഴുതി വെക്കാം, വലിയ കൊട്ടേഷൻസ് ഇടും. ട്രാജഡിയെ കുറിച്ച്, അരിസ്റ്റോട്ടലിന്റെ എന്തെങ്കിലും ഒരു ട്രാജഡിയെ കുറിച്ച് എന്തെങ്കിലും ആ ഒരു അനഗ്നോറിസിന്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ പെരിപിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലിമെന്റിനെ കുറിച്ചോ പറയാൻ നേരം ആ എൻറ്റയർ ട്രാജഡിയുടെ ആ ഒരു ഡെഫിനിഷന്റെ മൊത്തം കോഡ്സ് നമ്മൾ എഴുതിയിടുകയാണ്. ആവശ്യമില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള സ്കോർ കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. സോ അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എക്സാം നേടിയെടുക്കാൻ ഈസിയാണ്. ചില പോയിന്റേഴ്സ് ഉണ്ട്, നമ്മളതൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ബേസിക്കലി നമുക്ക് ആസ്പിറൻസ് 4 തരമുണ്ട്. അവർക്ക് നല്ല റിച്ച് കോണ്ടന്റ് ഉണ്ടാവും ഒരു വിഭാഗം ആളുകൾക്ക്, പക്ഷെ അവരുടെ റൈറ്റിംഗ് വീക്ക് ആയിരിക്കും. ചില ആൾക്കാർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, പക്ഷെ കോണ്ടന്റ് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നോളജ് ഉണ്ടാവും, പക്ഷേ പൂർ എക്സിക്യൂഷൻ ആയിരിക്കും. എഴുതാൻ കുഴപ്പമില്ല, പക്ഷെ അത് എഴുതി ഫലിപ്പിക്കുന്ന സമയത്ത് അത് വിചാരിച്ച കോണ്ടന്റ് അല്ല അവിടെ വരുന്നത്. ചില ആൾക്കാർ പ്രിപ്പയർഡ് ആയിരിക്കും, അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവില്ല. ആൻഡ് ഇവിടെ 30ഓളം ആൾക്കാരുണ്ട്. സോ ജസ്റ്റ് ടെൽ മീ, നിങ്ങൾ നിങ്ങളെ ഈ ഒരു 4 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലൂടെ കാണുന്നു? ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടാവും, നിങ്ങളുടെ സ്കിൽസുകൾ. ഒരു പക്ഷേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോണ്ടന്റിൽ എനിക്ക് മാസ്റ്ററി ഉണ്ട്, ഓർ ഐ എം വെരി വെൽ അവെയർ ഓഫ് ദീസ് ഏരിയാസ്, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്, പക്ഷെ എനിക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. എനിക്ക് ഗൈഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റും. നിങ്ങൾ ഇതിനെ ഈ 4 കാറ്റഗറിയിൽ നിങ്ങൾ എവിടെ നോക്കി കാണുന്നു? ഒന്ന് പെട്ടെന്നൊന്ന് പറയും. ഓക്കെ, എല്ലാവരും കോമന്റ് ചെയ്യണേ. ഇവിടെ ഒരാളും മറ്റൊരാളെ നിങ്ങളുടെ ആൻസറിന്റെ പേരിൽ ആരും ജഡ്ജ് ചെയ്യാനിരിക്കുന്നില്ല. എല്ലാവരും ഇവിടെ ലേണേഴ്സ് ആണ്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. റൈറ്റിംഗ് വീക്ക് ആണ്, സോ യു ക്യാൻ ഓപ്പൺ അപ്പ്. നിങ്ങൾ ഇത് മാത്രമല്ല, ഈ ഒരു കാറ്റഗറി മാത്രം എന്നുള്ള തരത്തിലും സംസാരിക്കേണ്ട. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ആസ്പെക്ട് എന്താണെന്ന് കൂടി ഇപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഡിസംബറിൽ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ന്യൂസ് കേട്ടപ്പോ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ദുരിതത്തിലാഴ്ത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രഷർ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീക്ക്നെസ് എന്തായിരുന്നു? എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണോ? അതും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാം ഈ സമയത്ത്. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കോണ്ടന്റ് നോളജ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. ഓപ്പൺ അപ്പ് ചെയ്യാം. നിങ്ങളുടെ കൺസേൺസുകളും കൂടെ ഈ സമയത്ത് അപ്ഡേറ്റ് ചെയ്തോളൂ. സോ നമുക്ക് അതിനെ കൂടെ അഡ്രസ് ചെയ്യാം. Because I would love to address and help you with this. Lack of proper guidance, understood, Shibna. And what about others? Yes, 3 and 4, 3 writing week ആണ്. Yeah. Where and how to start? Confusion. അതെ, ഒരു നിശ്ചയമില്ല. എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ ചെയ്യണം? റൈറ്റ്, ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവരും ആൻസർ ചെയ്യുക. കാരണം ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മനസ്സ് തുറന്നുകൊണ്ട് നിങ്ങളുടെ ആക്ച്വൽ കൺസേണുകളെ കുറിച്ച് സംസാരിക്കുവാനും അതിനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇന്ന് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്ത് നിങ്ങൾ ഈ സെഷൻ വിട്ടു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുവാനും ഉള്ള ഉത്തരം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിരിക്കും. റൈറ്റിംഗ് വീക്ക് ആണ്. ഡൗട്ട്ഫുൾ അബൌട്ട് ദി ഡിമാൻഡ് ഓഫ് ദി എക്സാം. യാ, ഈ എക്സാമിന്റെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണോ? ഈ പോസ്റ്റ് എന്താ ഡിമാൻഡ്? പോസ്റ്റിന്റെ ഡിമാൻഡ് എക്സാമിന്റെ ഡിമാൻഡ് അല്ലേ? അതായത് എക്സാമിനർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നല്ലേ ഉദ്ദേശിച്ചത്? എക്സാമിനർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്
എന്നറിയില്ല. എഴുതാം, പക്ഷേ എക്സാമിനർ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഗുഡ്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാവർക്കും എഴുതാം, എന്തെങ്കിലുമൊക്കെ എഴുതാം, പക്ഷെ അത് തന്നെയാണോ അവര് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ ക്യാൻ റൈറ്റ് ബട്ട് വീക്ക് കോണ്ടന്റ് നീഡ് ഗൈഡൻസ്. യെസ് ഡാന. ആൻഡ് ഹൗ ടു ബിഗിൻ ആഫ്റ്റർ എ ബ്രേക്ക് ഇൻ ആക്കഡമിക് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. ഇറ്റ് ഹാപ്പൻസ്. ബ്രേക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലരും ചിലപ്പോ ഈ ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി ആയിക്കോണമെന്നില്ല. നിങ്ങൾ അപ്പോഴും ജോലി ചെയ്യുന്നുണ്ടാവും, അപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ എഴുതുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടാവും. സോ ബ്രേക്ക് എല്ലാവരിലും ഉണ്ട്. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യും. അറ്റ് പ്രസന്റ് ഫുള്ളി കൺഫ്യൂസ്, ഡോണ്ട് നോ വാട്ട് ടു ഡു, where to start. ഇപ്പൊ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ലാക്ക് ഓഫ് പ്രോപ്പർ ഡിറക്ഷൻ. യെസ്, എല്ലാവരും എഴുതിയില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. സോ ഇവിടെ മിക്ക ആളുകളും പറഞ്ഞത് വെച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കോണ്ടന്റ് അറിയാം, വീക്ക് റൈറ്റിംഗ് ആണ്, എഴുത്താണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ കേൾക്കുമ്പോൾ തന്നെ പലരും ഇതിനെ അറ്റംപ്റ്റ് ചെയ്യാണ്ട് മാറി നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, എഴുതി ഫലിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, അല്ലെങ്കിൽ എഴുതാൻ പറ്റും പക്ഷേ അവിടെ എങ്ങനെ കോണ്ടന്റ് ഇടണം, അല്ലെ, കോണ്ടന്റ് എങ്ങനെ ആ ഒരു റൈറ്റിംഗിൽ എങ്ങനെ ഫിൽ ചെയ്ത് വരണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല, അല്ലെ, ഇങ്ങനെ പല കൺസേൺസുകൾ നമുക്ക് ഉണ്ടാവും. സോ അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വരുന്ന സ്ലൈഡ്സുകൾ ഒന്ന് ശ്രദ്ധിക്കാം. റൈറ്റ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എമിനന്റ് പി എസ് സിയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ കോണ്ടന്റ് ഇവിടെ വേണം എന്നുള്ളത് ഉറപ്പാണല്ലോ. കോണ്ടന്റ് ഇവിടെ വേണമെന്ന് പറയുമ്പോഴും നമ്മൾ ഓരോ വർക്കുകൾ എടുത്ത് പഠിക്കുന്ന സമയത്തും ആ കോണ്ടന്റിൽ ഈ പരീക്ഷയ്ക്ക് എന്ത് വേണം എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. UGC നെറ്റ് പഠിച്ച സമയത്തും നമുക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ? അതായത് ഇന്ന പോർഷൻസ് പഠിക്കുന്ന സമയത്ത് ഇന്ന റൈറ്ററിനെ എടുക്കുന്ന സമയത്ത് ഇയാളുടെ എല്ലാ വർക്ക്സുകളും നമുക്ക് ആവശ്യമില്ല. ചില വർക്ക്സുകൾ മൈനർ വർക്ക്സുകളാണ്. മൈനർ വർക്ക്സുകളിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ മതി. ഒരു ഏരിയ, ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു ലെവല് കഴിഞ്ഞാൽ, ഒരു ബാർ പിന്നിട്ടാൽ പിന്നെ നമുക്ക് ഡീപ്പറായിട്ട് പോകേണ്ട ആവശ്യമില്ല. ചില ലിമിറ്റ്സുകൾ ഉണ്ട്, ചില ബൗണ്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെയും ഒരു സൗകര്യം നമുക്ക് ഈ പരീക്ഷയിലുണ്ട്. നമ്മൾ ഓരോ വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടി, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് ലൈൻ എടുക്കാന്ന് വെക്കാം. പാരഡൈസ് ലോസ്റ്റിലെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് ഒരു ധാരണ വേണം. മറ്റു പുസ്തകങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത് ഒരു ധാരണ വേണം. അതായത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓതറിനെ കുറിച്ച് അറിയണം. അന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ലിറ്റററി ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. അന്നത്തെ കാലത്ത് ട്രെൻഡ്സുകൾ അറിഞ്ഞിരിക്കണം. മിൽട്ടനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പക്ഷെ മിൽട്ടന്റെ ഓരോ ചെറിയ ഡീറ്റെയിൽസുകളും നമ്മൾ അറിയണോ? വേണ്ട. മിൽട്ടന്റെ ഓരോ വർക്കുകളെ കുറിച്ച് നമ്മൾ അറിയണോ? വേണ്ട. പാരഡൈസ് ലോസ്റ്റുമായിട്ട് എക്സ്പ്ലിസിറ്റ്ലി വല്ല ബന്ധമുള്ള ഏതെങ്കിലും തരത്തിൽ അടുപ്പമുള്ള വല്ല പബ്ലിക്കേഷൻ ഫീച്ചറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാം, അല്ലെ? അതായത് ഈ പറയുന്ന പുസ്തകവുമായിട്ട് ഈ എഴുത്തുകാരന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. സോ അവിടെ കോണ്ടന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതും പഠിക്കുന്നതും വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. സോ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ കോണ്ടന്റിനെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം കോണ്ടന്റ് മാസ്റ്ററി മാത്രം പോരാ. ഇത് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബാക്കി പകുതിയാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ ഇനി നമുക്ക് എഴുതാൻ കഴിയണം. സോ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന് എസ്പെഷ്യലി കുറച്ച് ആളുകൾ പറഞ്ഞു അവർക്കൊരു ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ കുറച്ചായി എഴുതിയിട്ട്, അല്ലെങ്കിൽ റൈറ്റിംഗ് വീക്ക് ആണ്. ഇങ്ങനെ റൈറ്റിംഗ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എഴുതി തുടങ്ങുക. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് പെർട്ടിക്കുലർലി അതൊരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിക്കൊണ്ട് തന്നെ അതിനെ നമ്മൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ട് ഡിഫറെന്റ് യൂണിറ്റ്സുകൾ അതിനകത്ത് വന്നുകൊണ്ട് റൈറ്റിംഗിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കേണ്ട ഓരോരോ കാര്യങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കോഴ്സ് നമ്മൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോഴും, ഈവൻ ഒരു പാരഗ്രാഫിലേക്ക് വരുമ്പോഴും, ഒരു ഷോർട്ട് എസ്സേ എഴുതുമ്പോഴും, ലോങ് എസ്സേ എഴുതുമ്പോഴും, അതൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആകുമ്പോഴും അവിടെ അതിന്റെ ഒരു സ്ട്രക്ചറിങ് അങ്ങനെ വന്നിരിക്കണം. അവിടെ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു ശൈലിയുണ്ട്. നമ്മൾ പണ്ട് PGക്കും UGക്കും എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതേ രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കണ്ടിൽ നമ്മളത് എഴുതിയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ഐ ഹാവ് റിട്ടൺ ദാറ്റ്, ബട്ട് എന്തുകൊണ്ട് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ആ ഒരു സ്കോളർലി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തില്ല, എക്സാമിനർ എക്സ്പെക്ട് ചെയ്ത പോയിന്റ് ഇല്ല, പിന്നെ നമ്മുടെ ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈൽ ഭയങ്കര വീക്ക് ആയി പോയി. ഇങ്ങനെയുള്ള കാരണങ്ങളാവാം. സോ നമ്മൾ ആക്കഡമിക്കലി എഴുതുവാനും ആക്കഡമിക് വേർബ്സുകളും അതുപോലെ തന്നെ നമുക്ക് സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ സ്കോളർലി ആയിട്ട് നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാം, ഒരു സെന്റൻസിനെ എങ്ങനെ റീഫ്രേസ് ചെയ്യാം, സ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യാം, ടെക്സ്ച്വൽ റെഫറൻസുകൾ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ പ്രോപ്പർ ആർഗ്യുമെന്റേഷൻ നടത്താം,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ ബേബി സ്റ്റെപ്സുകൾ എടുത്തുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു ഘട്ടം മുതൽ നമ്മൾ മുഴുവനായിട്ട് ചെയ്യുന്നതാണ്. സോ എനിക്ക് എസ്പെഷ്യലി എടുത്ത് കാണിക്കാനുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇവിടെ നമ്മുടെ എമിനന്റ് ബേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ആ ഒരു മൊഡ്യൂളിൽ പെർട്ടിക്കുലർലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ക്ലാസ്സുകൾ, പ്രത്യേകം മൊഡ്യൂളിൽ പ്രത്യേകം യൂണിറ്റ്സുകൾ, ഓരോരോ സെക്ഷനും ഡിവൈഡ് ചെയ്ത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നീങ്ങുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ പ്രാക്ടീസ് ഉണ്ട്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നു, നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നു, നിങ്ങൾ അത് എഴുതുന്നു. എഴുതി കഴിഞ്ഞതിന് ശേഷം അതവിടെ വെച്ചാൽ മതിയോ? നിങ്ങൾക്ക് അവിടെ ഇനി എന്താണ് പ്രശ്നമുള്ളത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങണം, നിങ്ങൾക്ക് മെച്ചപ്പെടണം. അതിന് വേണ്ടിയിട്ട് മെന്ററിങ്ങും കറക്ഷൻസും ഉണ്ട്. സോ ഇതെല്ലാം ചേരുമ്പോൾ അവിടെ പ്രോപ്പർ റിസൾട്ട് വരും. സോ കോണ്ടന്റ് വേണം, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് വേണം. പിന്നെ അത് നിങ്ങൾ ഫൈനലി ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കുറച്ച് പ്രോപ്പർ ഗൈഡൻസ് മെന്ററിങ്ങിലൂടെ ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഇവിടെ നമ്മൾ കറന്റ്ലി എംപ്ലോയ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റൈറ്റ്. സോ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും ഓരോ വർക്കിനെ പഠിക്കുന്ന സമയത്തും, എസ്പെഷ്യലി കോണ്ടന്റ് നോളജ് നമ്മൾ തറോ ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മൾ ആ ഒരു അതത് വർക്കിന്റെ ലിറ്റററി ഹിസ്റ്ററി പരിശോധിച്ചിട്ടുണ്ടാവണം. ഓതറിനെ കുറിച്ചും ടെക്സ്റ്റിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള. അപ്പൊ നമ്മളൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽവിയ പ്ലാത്തിന്റെ ഡാരി, റൈറ്റ്, അതൊരു പോമാണ്. അത് കൺഫെഷണൽ പോയട്രിയാണ്. സോ കൺഫെഷണൽ പോയട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റോബർട്ട് ലോവൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൺഫെഷണൽ പോയട്രിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ കൺഫെഷണൽ പോയട്രിയുടെ ട്രഡീഷൻസ് എങ്ങനെയാണ്, കൂടാണ്ട് മറ്റ് കുറച്ച് ആസ്പെക്ട്സുകൾ, എസ്പെഷ്യലി സിൽവിയ പ്ലാത്തുമായിട്ടും അവരുടെ ഹസ്ബൻഡ്, അവരുടെ അച്ഛൻ, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓഫ് കോഴ്സ് അവർക്ക് ഹസ്ബൻഡിനോടുള്ള ഒരു വിരോധം, കൂടാണ്ട് അച്ഛനുമായിട്ടുണ്ടായിരുന്ന വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ്. സോ ഇതിനെല്ലാം കൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുമ്പോഴാണ് ഡാരി എന്ന് പറയുന്ന പോയത്തെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നത്. കാരണം അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോം കൂടിയാണ്, അതൊരു കൺഫെഷണൽ പോം കൂടിയാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ വർക്കിനെ പഠിക്കുന്ന സമയത്ത് അവിടെ അഡ്രസ് ചെയ്യേണ്ട, അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്ന പോയിന്റുകൾ നമ്മൾ അവിടെ എടുത്തോ ഇല്ലയോ, അല്ലെ, അവിടെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തോ ഇല്ലയോ നോക്കുക. പലപ്പോഴും പല വർക്ക്സുകളും പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലിറ്റററി മൂവ്മെന്റ്സുകളെ കുറിച്ചും കൂടെ അവെയർ ആയിരിക്കണം, ജാൻറെ അവൈലബിൾ ആയിരിക്കണം, അറിഞ്ഞിരിക്കണം, ക്രിറ്റിക്കൽ കോൺസെപ്റ്റ്സുകൾ അറിഞ്ഞിരിക്കണം, ലിറ്റററി തിയറി കോണ്ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്രിറ്റിക്കൽ പെർസ്പെക്ടീവ്സുകൾ. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം അതാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ എഴുതുന്ന സമയത്ത് ടെക്സ്റ്റൽ എവിഡൻസിനോടൊപ്പം തന്നെ ഇന്ന ഒരു കാര്യമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടും അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫെർദർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ പ്രധാനപ്പെട്ട ക്രിറ്റിക്കൽ പെർസ്പെക്ടീവ്സുകളും റിമാർക്സുകളും കൂടെ ആഡ് ചെയ്യാറുണ്ട് വിത്ത് വാലിഡ് സോഴ്സ്. കൃത്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ എടുത്തിട്ടുണ്ടാവുന്നത്. അതായത് റേമണ്ട് വില്യംസ് ഈ ഒരു വർക്കിനെ കുറിച്ച് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഡ്രൈഡൻ ഈ ഒരു വർക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ക്രിറ്റിക്കൽ റിമാർക്ക് ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുത്തി നിറയ്ക്കുക എന്നുള്ളതാണോ അർത്ഥം? അല്ല. ഈ ചോദ്യത്തിന് അനുസൃതമായിട്ട് ഇവിടെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ജൂലിയ ക്രിസ്റ്റേവ ഇന്റർടെക്സ്ച്വാലിറ്റി, അല്ലെങ്കിൽ ജൂലിയ ക്രിസ്റ്റേവ എന്ത് പറയുന്നുണ്ട്, ജെൻഡർ പെർഫോമേറ്റിവിറ്റിയെ കുറിച്ച്. ഉദാഹരണത്തിന് ഷേക്സ്പിയറിന്റെ 12th നൈറ്റ് എടുക്കാം. അവിടെ ക്രോസ് ഡ്രസ്സിംഗ് വരുന്നുണ്ട്, വയോല സെസാരിയോ ആയിട്ട് മാറുന്നുണ്ട്, മിസ്റ്റേക്കൻ ഐഡന്റിറ്റി വരുന്നുണ്ട്, ഇല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വർക്ക് അല്ലേ? ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയാരിറ്റി ഉള്ള വർക്ക്സ് നോക്കി പറഞ്ഞതാണ്. സോ അവിടെ എന്താ നടന്നിരിക്കുന്നത്, ജെൻഡർ പെർഫോമേറ്റിവിറ്റി ആണ്. അത് ആരുടെ തിയറിയാണ്? ജൂലിയ ക്രിസ്റ്റേവ അല്ല, സോറി, ജൂഡിത്ത് ബട്ട്ലറിന്റെ ആണ്. യാ, ജൂഡിത്ത് ബട്ട്ലറിന്റെ ആണ്. സോ ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ പെർഫോമേറ്റിവിറ്റി അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഷേക്സ്പിയർ പറഞ്ഞോ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് ജൂഡിത്ത് ബട്ട്ലർ വരും, അവരെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടിയെ കുറിച്ച് അവരിങ്ങനെ സംസാരിക്കും? ഇല്ല. ശേഷം വന്നിരിക്കുന്ന ഇവോൾവിംഗ് തിയറീസും അതുപോലെ തന്നെ ക്രിറ്റിസിസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഫെർദർ സ്റ്റഡീസ് എങ്ങനെ മുൻകാലത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വർക്കുകളെ നോക്കിക്കണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വന്നിട്ടുണ്ട്. അതെങ്ങനെ ഇവരുടെ വർക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് അതത് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക, അവിടെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. സോ നമ്മൾ ക്രോസ് ഡ്രസ്സിംഗിന്റെ സമയത്തും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഐഡന്റിറ്റിയെ കുറിച്ചും വയോല എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സെസാരി ആയിട്ട് മാറിയിട്ടുള്ളതും അത് അവർക്ക് എന്തെല്ലാം ലിബർട്ടീസ് നൽകി കഴിഞ്ഞു, അന്നത്തെ ആ ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ജെൻഡർ പെർഫോമേറ്റിവിറ്റി, ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ പെർഫോമേറ്റിവിറ്റി നമുക്ക് വളരെ നല്ലൊരു
ഒരു സ്ട്രെങ്തനിങ് കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കൂടെ വെക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എങ്ങനെ അറിയും? 12th നൈറ്റേ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ നമ്മൾ കോണ്ടന്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതുപോലെ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് എന്തെല്ലാം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഇതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അതെല്ലാം പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നു. പിന്നീട് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു. ക്ലിയർ ആയോ? സോ ടെക്സ്റ്റുവൽ റെഫറൻസ് എടുക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് എല്ലാ ടെക്സ്റ്റുവൽ ഡീറ്റെയിലുകളും അതിനകത്തേക്ക് കുത്തി നിറയ്ക്കുന്നില്ല. ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ആവശ്യമുള്ള ഡീറ്റെയിൽസുകൾ മാത്രം നമ്മൾ ആഡ് ചെയ്യും. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ടും ഓരോ വേർഡും ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടും നമ്മൾ എഴുത്തിൽ അനാവശ്യമായിട്ട് ഉള്ള പോയിന്റ്സുകളോ വാക്കുകളോ കുത്തി നിറച്ചുകൊണ്ട് അവിടെ ആക്ച്വലി നമ്മൾ ഫില്ലിൻ ചെയ്യാമായിരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ സ്പേസ് കൺസ്യൂം ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ കുറച്ച് അധികമായിട്ട് കുറച്ച് വർണ്ണനകളോ, മറ്റൊരു തെറ്റിദ്ധാരണ വർണ്ണനകളാണ്. കാരണം അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ നന്നായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആലങ്കാരികമായിട്ട് എഴുതുക എന്നുള്ളതല്ല. അവിടെ ആവശ്യമുള്ള കാര്യം മാത്രം എഴുതുക. ഓക്കെ, റെലവന്റ് കൊട്ടേഷൻസ് ആഡ് ചെയ്യുക. ടെക്സ്റ്റുവൽ റെഫറൻസുകൾ എന്ന് പറയുമ്പോൾ ഇന്ന കാര്യം ഇന്ന സ്ഥലത്ത് നടക്കും, മൽബോളിയോസ് അപ്ലോട്ട് ആണ്, മരിയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ മ്യൂസിക്കാലിറ്റി ഉണ്ട്, ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ്, പ്ലേ ഓൺ എന്നാര് പറയുന്നു? ഓൾസനോ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ അതത് കാര്യങ്ങൾ അതുപോലെ അങ്ങ് എടുത്ത് പറയാൻ പറ്റണം. അത് ഇവിടെ പ്രസക്തമാണോ നോക്കണം, നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റണം. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തുകൊണ്ടായിരിക്കും നീങ്ങുക. ആൻഡ് റിമെമ്പർ, അനാവശ്യമായിട്ടുള്ള ഏരിയാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എക്സാമിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഏരിയാസിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. കാരണം അതേസമയം നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതാണ് നമ്മൾ ടൈം സേവ് ചെയ്യാൻ പോകുന്നത്. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എവിടെ മിതമായിട്ടുള്ള രീതിക്ക് പോകണം, ഏതെല്ലാം ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു ഐഡിയ ആണ്. അത് ഓരോ വർക്കിനെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ ഈ കോണ്ടന്റ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, കോണ്ടന്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ മാത്രമാണ്, അല്ലെ? അതപ്പോഴും ഒരു അസംസ്കൃത വസ്തുവാണ്. നിങ്ങൾ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ റോ മെറ്റീരിയലിനെ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച സ്കോറിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ വേണ്ടത്? യു ഗോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? നമുക്ക് ആ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യപടി. ചോദ്യം മനസ്സിലാവാണ്ട് നമ്മൾ വല്ലതും എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, റൈറ്റ്? പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ആശയം സിമ്പിൾ ആയിരിക്കാം, പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ആക്രമിക് വേർബ്സുകൾ, ചില വേർബുകൾ, ചില പദപ്രയോഗങ്ങൾ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു കോർ മീനിങ് ക്ലിയർ ആവാണ്ട് പോവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസിനെ നമ്മൾ അവലോകനം ചെയ്യുന്നു. അതിലൂടെ ഏത് തരത്തിലുള്ള ഒരു ആൻസർ ആണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു. അത് പ്രകാരമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതിനർത്ഥം ഇവിടെ വരേണ്ട ആൻസർ എന്താണെന്നും അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്ക് 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കും 6 മാർക്കും 8 മാർക്കും, വെറും 2 മണിക്കൂറും ഉണ്ട്. ചോദ്യം കാണുമ്പോഴേക്ക് അങ്ങ് ധൃതിപ്പെട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രൂപത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? വിചാരിച്ച തരത്തിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? പ്രോപ്പർ പ്ലാനിങ് വേണം, റൈറ്റ്? ഒരുപക്ഷെ നിങ്ങൾ കോളേജിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പണ്ട് മുതലേ എസ്സേസ് എഴുതുന്ന സമയത്ത് നിങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഈ എസ്സേ റൈറ്റിംഗിന്റെ ഒക്കെ സമയത്ത് ഏത് എസ്സേ എഴുതുന്ന സമയത്തും ഒരു പ്ലാൻ വേണം. പക്ഷെ ഒരു എസ്സേക്ക് മാത്രമാണോ വേണ്ടത്? എസ്സേ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു ബോഡി പാരഗ്രാഫ് വേണം, ഒരു ഇൻട്രോ പാരഗ്രാഫ് വേണം, കൺക്ലൂഷൻ പാരഗ്രാഫ് വേണം. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്തിനാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൊണ്ടുവരുന്നത്? സോ ഈ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലൂടെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന് അനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരെ ലോജിക്കലി ഒരു ഓർഗാനിക് ഫ്ലോയിലൂടെ കാര്യങ്ങൾ പെർസ്വാസീവ്ലി പറഞ്ഞു വെക്കാൻ പറ്റുള്ളൂ. പെർസ്വാസീവ് റൈറ്റിംഗും കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പെർസ്വാസീവ് എന്ന് പറഞ്ഞാൽ കൺവിൻസിംഗ്ലി നമ്മുടെ ആർഗ്യുമെന്റ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നു. കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? എവിഡൻസ് വേണം. ഈ എവിഡൻസ് എവിടെ നിന്നാ കിട്ടുക?
ടെക്സ്റ്റിൽ നിന്നായിരിക്കും. സോ അതത് എവിഡൻസോട് കൂടി നമുക്ക് എഴുതാൻ പറ്റണം. സോ എഴുതുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കയറിയും എഴുതിയാൽ മതിയോ? പോരാ. അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രോയും ബോഡിയും കൺക്ലൂഷനും ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണോ? അല്ല. ഓരോ ചോദ്യത്തിനും ഓരോ പ്ലാൻ വേണം. അങ്ങനെയെങ്കിൽ ഓരോ ചോദ്യത്തിനും ഓരോ പ്ലാൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? ആണ്. പക്ഷേ അതത് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത്, അതത് വർക്ക്സുകൾ പഠിക്കുന്ന സമയത്ത് ഈ തരത്തിലെല്ലാം ക്വസ്റ്റ്യൻസ് വരുമെന്നും ഈ തരത്തിലെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇന്ന തരത്തിലെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാമെന്നും എന്നുള്ളൊരു ഓൾറെഡി ഉള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കി വെക്കും. അറ്റ് ദ സെയിം ടൈം അങ്ങനെയെങ്കിലും നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ, അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ എങ്ങനെ എഴുതും? സോ ഒരു പരിധിവരെ നമ്മുടെ പ്രാക്ടീസും മറ്റൊരു വശം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുക എന്നുള്ളതുമാണ്. സോ അവിടെ നിന്ന് ചോദിക്കാവുന്ന പരമാവധി ട്രിഗർ പോയിന്റ്സുകൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസൃതമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഗ്യാദർ ചെയ്യുകയും അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. അത് നമ്മളൊരു ശീലമായിട്ട് റെഗുലർ ആയിട്ട് ചെയ്തു വരുന്നു. എഴുതുക എന്നുള്ളത് നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും. പക്ഷേ റിമെമ്പർ, അത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ട് നമ്മളത് ചെയ്യുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ ചെറിയ ടാസ്കുകളിലൂടെ നമ്മളത് ചെയ്തെടുക്കുന്നതായിരിക്കും. പക്ഷേ റിമെമ്പർ, ഈ എക്സാം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചെറിയ ശീലങ്ങളിലൂടെ ആയിരിക്കും നമ്മളത് ചെയ്തു വരുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു, പിന്നെ പ്ലാൻ ചെയ്യുന്നു. പണ്ട് D4 ഡാൻസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് പറയായിരുന്നു പ്രിയാമണി, എത് പണ്ണാലും പ്ലാൻ പണി പറ്റണം, സ്കോഴ്സ് ദാറ്റ്, അല്ലെ? അങ്ങനെ തന്നെ ചെയ്യണം. പ്ലാൻ പണിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സോ പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇൻട്രോ ബോഡി കൺക്ലൂഷൻ പാരഗ്രാഫ്സ് മാത്രമല്ല, അവിടെ തുടക്കത്തിലുള്ള ലൈൻസുകൾ, അവസാനത്തിലുള്ള ലൈൻസുകൾ, കൺക്ലൂഷനിൽ എന്തെല്ലാം കൊടുത്തിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിനെ, ഈ വർക്കിനെ വെച്ചുകൊണ്ട് എന്തെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യുകയും ഒരു പ്രോപ്പർ ലേ ഔട്ട്, ഒരു ഡിസൈൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ ആർഗ്യൂ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമായിട്ട് ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വാദിക്കുന്നത് ഇതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്ച്വൽ ഡാറ്റ കൊടുക്കാം, ടെക്സ്ച്വൽ എവിഡൻസുകൾ കൊടുക്കാം. അത് കൊട്ടേഷൻ ആയിരിക്കാം, ഡയലോഗ് ആയിരിക്കാം, ഓതറിനെ കുറിച്ചുള്ള ഇൻഫോ ആയിരിക്കാം, ഓതർ തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു വർക്കിൽ നിന്നുള്ളൊരു ഇൻഫോ ആയിരിക്കാം. നമ്മുടെ WBH എഴുതിയിട്ടുള്ള സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹത്തിന്റെ ജയേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ, കേട്ടിട്ടില്ലേ നിങ്ങള്? യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിന്റെ ജയേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ടേണിങ് ആൻഡ് ടേണിങ് ഇൻ ടു ദി വൈഡനിങ് ജയ എന്ന് പറയുന്ന ഒരു പോം ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ PG ക്ക് പഠിച്ചതാ. സോ അതിൽ ജയേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇദ്ദേഹം 1925 എഴുതിയിരിക്കുന്ന എ വിഷൻ എന്ന് പറയുന്ന വർക്കിൽ പിന്നീട് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ആയിട്ട് അദ്ദേഹം കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു വർക്കും പിന്നീട് വന്നിട്ടുള്ള 1925 ഈ വർക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ്, അത്തരത്തിലുള്ള എവിഡൻസുകൾ നമ്മൾ കൊടുക്കുകയാണ്, അല്ലെ? അതല്ലാത്ത പക്ഷം വേറൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടെക്സ്ച്വൽ ഡയലോഗോ അല്ലെങ്കിൽ മറ്റൊരു ക്രിറ്റിക്കിന്റെ റിമാർക്കോ അല്ലെങ്കിൽ മറ്റൊരു ക്രിറ്റിക്കിന്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പരാമർശമോ സ്റ്റേറ്റ്മെന്റോ ഇങ്ങനെയും ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ റീ എംഫസൈസ് ചെയ്യുന്നു, അതിന്റെ റെലവൻസ് നമ്മൾ കൊണ്ടുവരുന്നു, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്താണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നു. റൈറ്റ്. സോ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങളോട് ആകത്തുക പറയുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു വറി, യു ഡോണ്ട് ഹാവ് ടു ബി കൺഫ്യൂസ്, ബട്ട് ഐ എം ജസ്റ്റ് ടെലിംഗ് യു. സോ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, ഇതൊരു ബിഗ്ഗർ പ്ലാൻ ഏറ്റവും ചുരുക്കിയിട്ട് നിങ്ങളോട് പറയാം. സോ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അവിടെ എന്ത് വേണം? ഒരു സ്ട്രോങ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അതിനെന്ത് വേണം? ഒരു റെലവൻറ്റ്, ഒരു പ്രസക്തമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത്, ഒരു ആമുഖം അങ്ങ് കൊടുത്തേക്കാം. വെറുതെ ഒരു ആമുഖം കൊടുത്ത് വർണ്ണനകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതല്ല. ആ ഇൻട്രൊഡക്ഷൻ അവിടെ റെലവൻറ്റ് ആയിരിക്കണം. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തോട് ചേരുന്നതായിരിക്കാം. എന്തുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷനിലൂടെ തുടങ്ങണം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞൂടെ? എസ്പെഷ്യലി അതൊരു essay ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, 6 മാർക്കും 8 മാർക്കും essay ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ അവതരണ രീതി നോക്കും. സോ ക്ലാസിക്കൽ ഗ്രീക്ക് റെട്രീഷ്യൻസ് പണ്ട് മുതലേ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു പെർസ്വാസീവ്, ആ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ട്, ആ ഒരു പെർസ്വാസീവ് സ്ട്രക്ചറിങ് ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. വളരെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പെർസ്വാസീവ് സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് എല്ലാ എസ്സേസിനും ഏറ്റവും ഫണ്ടമെന്റലിയും പിന്നെ നമ്മുടെ ഈ എക്സാമിന് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാരണം അതിലും ഭംഗിയായിട്ട്, ഈ സ്ട്രക്ചറിലും ഭംഗിയായിട്ട് ഒരു കാര്യവും കൺവേ ചെയ്യാനില്ല. അടിസ്ഥാനപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെസിസ് വേണം, അവിടെ ഒരു
ആ ഒരു തെസിസിലെ ആർഗ്യുമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, വിത്ത് പ്രോപ്പർ എവിഡൻസോട് കൂടി സപ്പോർട്ട് ചെയ്യണം. ഇതിലും വൃത്തിയായിട്ട് ഒരു തരത്തിലും നമുക്ക് ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യാനില്ല. ഇതാണ് അടിസ്ഥാനം. ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റും അവിടെ ഉപയോഗിക്കുന്ന ആക്രമിക് ലാംഗ്വേജും മാത്രമാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാവർക്കും കൊടുക്കാനുള്ള കോണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ അപ്പോഴും നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും? നിങ്ങൾ നൽകുന്ന ടെക്സ്ച്വൽ എവിഡൻസുകൾ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കീവേഡ്സുകൾ പലതും സെയിം ആണെങ്കിൽ കൂടിയും ഒരുപക്ഷെ അതിൽ ഒരുപാട് ഡീറ്റെയിൽസുകൾ ഉള്ളതിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്നു, എത്രത്തോളം റെലവന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുത്തിരിക്കുന്നു, എത്രത്തോളം റെലവന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റിമാർക്സുകളോ മറ്റ് അനലിറ്റിക്കൽ ഡീറ്റെയിലുകളോ നിങ്ങൾ അവിടെ ആഡ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള അക്കാഡമിക് ലാംഗ്വേജിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെ നോക്കും. പിന്നെ നിങ്ങളുടെ ക്ലിയർ ആർഗ്യുമെന്റ്, നിങ്ങൾ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. എഴുതുക എന്ന് പറയുന്നത് എന്തോ കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര സ്കോളർലി ആയിട്ടുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ വെച്ചിട്ട് എഴുതുക, അതായത് നമുക്കും മനസ്സിലാവരുത് അവർക്കും മനസ്സിലാവരുത്, ഇതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വേണം, പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആക്രമിക് സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകൾ യൂസ് ചെയ്യാൻ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. പക്ഷേ ഒരു ശരാശരി നിലവാരത്തിൽ നമുക്ക് എഴുതാൻ എന്തായാലും നമ്മൾ പഠിക്കും. അതായത് ഒരു മീഡിയം ടു അഡ്വാൻസ് ലെവലിൽ തന്നെ നമ്മളിവിടെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എഴുതി എഴുതി ശീലിച്ചതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് കൺവല്യൂട്ടഡ് ആയിട്ട് എഴുതാമെങ്കിൽ എഴുതാം. പക്ഷേ കൺവല്യൂട്ടഡ് ആക്കിയിട്ടോ അത് ഭയങ്കര നോട്ടി, KNOTTY, അതായത് ഭയങ്കര കെട്ടുപണഞ്ഞ തരത്തിലോ ഭയങ്കര ഇതെന്തോ വലിയൊരു കോണൻട്രമാണ്, ഇതെന്തോ വലിയൊരു പ്രഹേളികയാണ്, ഭയങ്കര എന്തോ പ്രശ്നമാണെന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നതിലല്ല. കാര്യങ്ങൾ റിഫൈൻഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ബട്ട് യു ആർ ജസ്റ്റ് സെയിങ് ഇറ്റ് ഇൻ ആൻ ആക്രമിക് ലാംഗ്വേജ്, അത്രയേ ഉള്ളൂ. ലോജിക്കലി ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഒരു യുക്തിസഹജമായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം ആദ്യം മുതൽ അവസാനം വരെ. അവസാനം പറയേണ്ട കാര്യം ആദ്യം കയറി പറയരുത്. ഓരോന്ന് പറയുമ്പോഴും ഒന്ന് മറ്റൊന്നിലേക്ക് അനായാസേന ഒഴുകുന്ന ഒരു ഫീല് വേണം. അവിടെ ക്രിറ്റിക്കൽ എൻഗേജ്മെന്റ് വേണം, ക്രിറ്റിക്കലി അപ്രീഷിയേറ്റ് ചെയ്യണം. ഷേക്സ്പിയർ ഇന്ന ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഹാംലെറ്റ് നടന്നു വന്നു, പിന്നെ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ അങ്ങനെ സംഭവിച്ചു എന്ന് അതിലെന്താണോ കണ്ടത് അങ്ങനെ അതേപടി ഇവിടേക്ക് എഴുതുന്ന ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അല്ല ഈ ഒരു പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അനലിറ്റിക്കൽ റൈറ്റിംഗ് ആണ് വേണ്ടത്. നമുക്ക് അപഗ്രഥനം ചെയ്യാൻ പറ്റണം, അഥവാ വിശകലനം ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് ഷേക്സ്പിയർ ഇങ്ങനെ ഒരു മെറ്റഫർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ക്രോസ് ഡ്രസ്സിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഇദ്ദേഹം ഡിസ്ഗൈസ് ഒരു ടൂൾ ആക്കി ഇവിടെ മാറ്റിയിരിക്കുന്നു, ഡിസ്ഗൈസിനെ ഒരു ടൂൾ ആക്കിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ഓക്കെ ഇവിടെ ഡിസ്ഗൈസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാള് സെസാരിയോ മാറുന്നുണ്ട്, പിന്നെ സെബാസ്റ്റ്യൻ കൂടെ വരുമ്പോഴാണ് അവിടെ മിസ്റ്റേക്കിന് ഐഡന്റിറ്റി വരുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപടി എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാര്യം എന്താ നടന്നത് അതങ്ങ് വിശദീകരിച്ചു പോകുന്നു, അതല്ല എഴുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെ വിശകലനം ചെയ്യുന്നു, അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പ്രോപ്പർ ടെക്സ്ച്വൽ എവിഡൻസ് കൊടുക്കുന്നു, അപ്രോപ്രിയേറ്റ് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നു, അല്ലെ? സോ ഇതുപോലെ ഒരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ 12th നൈറ്റിൽ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൂൾ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൂൾ ഉണ്ട്. സോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഫൂൾ ഒരേ സമയം ഇദ്ദേഹം ഒരു കൊട്ടാര വിദൂഷകനായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റുള്ളവരെക്കാൾ വൈസ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. ബെറ്റർ എ വിറ്റി ഫൂൾ ദാൻ എ ഫൂളിഷ് വിറ്റ്, ഇദ്ദേഹം പറയുന്ന ഒരു ലൈനാണ്. സോ അവിടെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ കോമിക് റിലീഫ് നൽകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പ്ലേയുടെ ഒരു ഇന്റലക്ച്വൽ സെന്റർ എന്ന് പറയുന്നതും ഇദ്ദേഹമാണ്. സോ ഇങ്ങനെ കുറെ റെലവെന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഉണ്ട്, റൈറ്റ്? സോ അവിടെ കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ടെർമിനോളജീസ്, അക്കാഡമിക് ടെർമിനോളജീസ് ടേംസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നൽകുന്ന കൺക്ലൂഷൻ കാര്യക്ഷമമാണോ? അല്ലാണ്ട് വെറുതെ കുറെ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതല്ലല്ലോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. ആർഗ്യുമെന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു വാദം തെളിയിക്കാനുള്ള തരത്തിലുള്ള ഒരു എഴുത്തല്ലേ. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയരുത്. എന്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയല്ല ഇത്. ഇത് വളരെ നിഷ്പക്ഷമായിക്കൊണ്ട് ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് നമ്മൾ എഴുതുകയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു വാദത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ടെക്സ്ച്വൽ എവിഡൻസും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ആ ആൻസർ സമർത്ഥിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഒപ്പീനിയൻ അവിടെ വെക്കുന്നില്ല. ക്ലിയർ? സോ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും, റൈറ്റ്? ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഇല്ലേ? പെട്ടെന്നൊന്ന് കൺഫേം ചെയ്യണേ. പറ്റാവുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം.
കാണുന്നുണ്ടെങ്കിൽ യെസ്. ഓക്കെ, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ഇൻ മാക്ബത്ത്. നമുക്ക് പഠിക്കാനുള്ളതല്ല, നിങ്ങളുടെ മൊഡ്യൂൾ നിങ്ങൾക്ക് ഞാൻ ഒരു റാൻഡം എക്സാമ്പിൾ എടുത്തതാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഹാംലെറ്റും അതുപോലെ തന്നെ ട്വൽത്ത് നൈറ്റും ആണ്, പിന്നെ ഷേക്സ്പിയറിന്റെ സോണറ്റ്സുകളും. മാക്ബത്തിലെ സൂപ്പർ നാച്ചുറലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നതാണ് ചോദ്യം. നമ്മുടെ ഒരു ശരാശരി അറിവ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? The witches appear at the beginning, right? Macbeth meets them. Banquo also sees them. Lady Macbeth is involved. Banquo's ghost appears. There are apparitions. അല്ലെ, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ നമുക്കറിയാം. സോ കോണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ഡീറ്റെയിൽസുകൾ എടുത്ത് പറയാം. പക്ഷെ ഡു യു തിങ്ക് ദിസ് ഇസ് എൻ ആപ്റ്റ് ആൻസർ? ഇങ്ങനെ ആയിരിക്കണോ നമ്മൾ എഴുതേണ്ടത്? ഇത്തരത്തിലൊരു ആൻസർ മതിയാവുമോ? പോരാ. ഇത് നമുക്കറിയാവുന്ന കോണ്ടന്റ് ആണ്. പക്ഷെ നമ്മളത് എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വേണം? അവിടെയുള്ള ഡിവൈസുകളെ നമ്മൾ അക്നോളജ് ചെയ്യണം. ഇദ്ദേഹം ഇന്ന ഇന്ന ഡിവൈസുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ഇന്ന കാര്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെ അത് എഴുതി ഫലിപ്പിച്ചു എന്നുള്ളതും അതിന്റെ ഒരു അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ക്രിറ്റീക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടത്. നമ്മൾ ജഡ്ജ്മെന്റൽ ആയിക്കൊണ്ട് തന്നെ സംസാരിക്കേണ്ടത്. ദ സൂപ്പർ നാച്ചുറൽ ഈസ് നോട്ട് മിയർലി, ചോദ്യം എന്തായിരുന്നു? ക്വസ്റ്റ്യൻ, സൂപ്പർ നാച്ചുറലിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. The supernatural is not merely decorative. അത് വെറുതെ അലങ്കാരത്തിന് വെച്ചതല്ല. It's not merely decorative in Macbeth. It becomes a mechanism through which Shakespeare explores equivocation, ദ്വയാർത്ഥ പ്രയോഗം, ambition, agency, and the psychological consequences of moral transgression. See, നമ്മള് ഉത്തരം എഴുതിയപ്പോഴേക്ക് അക്കാഡമിക്കലി ഈ ഒരു കോണ്ടന്റ് ഒന്ന് എലവേറ്റഡ് ആയി. നമ്മളിവിടെ അനാവശ്യമായിട്ട് എന്തെങ്കിലും കുത്തി നിറച്ചോ? ഞാനിപ്പോ സ്കോളർലി രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എന്തെങ്കിലും ഫ്ലവറി ആയിട്ട് എഴുതിയോ? ഭയങ്കര വർണ്ണനകൾ കടത്തിക്കൊണ്ട് ഇയാൾ ഭയങ്കര അതാണ് ഇതാണ് ഭയങ്കര സംഭവമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മഹാനാണ് എന്ന് നമ്മൾ പറഞ്ഞു? ഇല്ല. പലപ്പോഴും നന്നായിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഫ്ലവറി ആയിട്ട് പോവാറുണ്ട് പലപ്പോഴും. സോ ഫ്ലവറി ആക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒരു കാര്യത്തെ ചെറിയൊരു കാര്യമായിട്ട് ഇപ്പം ഷേക്സ്പിയർ ഇവിടെ സൂപ്പർ നാച്ചുറൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതിന് പകരം സൂപ്പർ നാച്ചുറലിനെ ഇദ്ദേഹം ഡെക്കറേറ്റീവ് ആയിട്ടല്ല ഒരു മെക്കാനിസം ആയിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യാപ്തിയിൽ ഈ ഒരു ടൂളിനെ ഇദ്ദേഹം ഇവിടെ എങ്ങനെ എംപ്ലോയ് ചെയ്തു എന്നുള്ളതും എംപ്ലോയ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതും ഭയങ്കര വൃത്തിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യവും അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ഉത്തരത്തിന്റെ ഡെപ്തിനെ ഒന്നും കൂടെ വ്യാപ്തി നൽകുകയാണ് ചെയ്തത്. കുറച്ചും കൂടെ ലേയേഴ്സ്, കുറച്ചും കൂടെ മീനിങ്, കുറച്ചും കൂടെ ഡിമെൻഷൻ അതിലേക്ക് ആഡ് ചെയ്തു. അത് തന്നെയാണ് നമ്മുടെ ഉത്തരത്തിലും വേണ്ടത്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 70 to 100 വേർഡ്സ്, ഒരു ശരാശരി ഐഡിയലി നമ്മളൊരു 80 to 90 to 95 വാക്കുകൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ ഒരു 5 മുതൽ 8 വരി വരെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതില് ഒരു സെന്റൻസ് പോലും ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് ഫ്ലവറി ആയിട്ട് വെറുതെ ഇൻഫർമേഷൻ കുത്തി നിറച്ച രൂപത്തിൽ കിടക്കരുത്. എല്ലാം ഈ ക്വസ്റ്റൻ അഡ്രസ് ചെയ്യുന്നതായിരിക്കണം, പക്ഷെ ബ്യൂട്ടിഫുള്ളി എഴുതിയതായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ആക്കഡമിക് ആയിരിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഡിസ്ഗൈസ് ഉണ്ടെന്ന് പറയാണ്ട് ഡിസ്ഗൈസ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം, ആ ഒരു ടൂൾ അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. റൈറ്റ്. അതുപോലെ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് വെറുതെ ഭംഗിക്ക് വെച്ചല്ല. ഇറ്റ്സ് നോട്ട് മിയർലി ഡെക്കറേറ്റീവ്. It becomes a mechanism through which Shakespeare explores equivocation, ദ്വയാർത്ഥം, ambition, agency, കൂടാണ്ട് മോറൽ ട്രാൻസ്ഗ്രഷന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസുകൾ. സോ ആ ഒരു എൻറ്റയർ കഥയുടെ തീം പോലും ഇതിലേക്ക് ക്യാപ്ചർ ചെയ്യുന്ന തരത്തിൽ സൂപ്പർ നാച്ചുറലിനെ എത്ര ഭംഗിയായിട്ട് ഇന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അഡ്രസ് ചെയ്തു. സോ ഇങ്ങനെയൊക്കെ എഴുതുന്നതോടുകൂടി നമ്മൾ ആ ഒരു കഥയുടെ പ്രധാന എയിംസുകളെ കവർ ചെയ്യുകയും അതൊന്നും അനാവശ്യമായിട്ട് പറഞ്ഞതുമില്ല. ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം വെച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയെടുത്തിട്ടുള്ളതാണെന്നുള്ള രൂപത്തിൽ പറയുകയും കൂടെ ചെയ്തു. സോ അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു എംപ്ലോയബിലിറ്റി, ഇതിന്റെ ഒരു യൂട്ടിലിറ്റിയും കൂടെ അഡ്രസ് ചെയ്യുന്ന ഒരു സെന്റൻസ് കൂടെ ആയത് ഇല്ലേ? ഇതാണ് നമ്മൾ എഴുത്തിലൂടെ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി ആർ exactly gonna do, because from I know the answer, we'll be taking you to I know how to answer this question.
കാരണം നിങ്ങൾ കഴിഞ്ഞ 2020-ലെയും 2024-ലെയും 21-ലെയും 24-ലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസ് കണ്ടാലും നിങ്ങൾക്ക് നല്ല ഫെമിലിയാരിറ്റി ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാവർക്കും അറിയാം "ഓക്കേ, എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ, എത്ര നല്ല ക്വസ്റ്റ്യൻസാ, ഓ ഇതൊക്കെ ഞാൻ എഴുതുവാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കിട്ടിയേനെ." കിട്ടുമായിരുന്നോ? ക്വസ്റ്റ്യൻസേ നിങ്ങൾ കണ്ടുള്ളൂ. അതിനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എങ്ങനെയായിരിക്കണം? ഇത്തരത്തിലൊന്ന് ഭംഗിയായിട്ട് എഴുതാൻ പറ്റിയാൽ മതി. ആ ഭംഗിയായിട്ട് എഴുതുക എന്ന് പറയുന്നത് ആരും ഇത്രയും കാലം ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയല്ലായിരുന്നു. ഈ പരീക്ഷ വരുന്ന സമയത്ത് ഇതിന്റെ ഡിമാൻഡുകൾ മനസ്സിലായിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ്, അല്ലെ? സോ ഡിമാൻഡുകൾ മനസ്സിലാക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക, നേടുക, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇതുവരെ നേടിയ പരീക്ഷകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ വലിയൊരു ബാലികേറ മലയല്ല. ഇത് അതുപോലെ മറ്റൊരു പ്രതിബന്ധം മാത്രമാണ്. സോ അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതുപോലെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു പതിവ് റൂട്ടിൽ നിന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. കാരണം ഓരോ പരീക്ഷയും ഡിഫറെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി വാഗ്ദാനം നൽകുന്ന ഒരു പോസ്റ്റ് ആണ്. സോ ഒരല്പം റിസ്ക് നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കെണിയല്ല. പക്ഷെ കുറച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ നമ്മൾ നൽകുന്ന കോഴ്സ് പ്രകാരമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻസിനെ നമ്മൾ നന്നായിട്ട് ഡീകോഡ് ചെയ്യും. കാരണം നമ്മൾ ഏത് ഉത്തരം എഴുതുമ്പോഴും ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റണം. റൈറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഡീകോഡ് ചെയ്യുന്നു. ആ കമാൻഡ് വേർഡ്സുകൾ അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എലൂസിഡേറ്റ്, അല്ലെങ്കിൽ എക്സ്പാൻഡ്, അല്ലെങ്കിൽ ഡിസ്കസ്, അല്ലെ? ആ കമാൻഡ് വേർഡ്സുകൾ എന്താണ്? സോ അങ്ങനെയെങ്കിൽ ഞാൻ എന്താണ് ഈ ആൻസറിൽ കൊണ്ടുവരേണ്ടത്? ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തീസിസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു സ്ട്രക്ചേർഡ് പാരഗ്രാഫ്സ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടെക്സ്ച്വൽ എവിഡൻസ് അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ആ സ്ട്രക്ചറിനകത്തോട്ട്, ആ തീസിസിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെ? എന്നിട്ട് നമ്മൾ അവിടെ ക്രിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്തും കണക്ട് ചെയ്തും ഐഡിയാസിനെ കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷേക്സ്പിയറിന്റെ 12th നൈറ്റിലെ ക്രോസ് ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ പെർഫോമേറ്റിവിറ്റിയെ പിന്നീട് അതിലേക്ക് ചേർത്ത് വെച്ചതുപോലെ, അല്ലെ? WB യേറ്റ്സിന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 1925 അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ള എ വിഷൻ എന്ന് പറയുന്ന വർക്കില് അദ്ദേഹത്തിന്റെ സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി പിന്നീട് ഈ വർക്കിനോട്, ഈ ഒരു ഐഡിയയോട്, ജയേഴ്സിന്റെ കോൺസെപ്റ്റിനോട് ചേർത്ത് വെച്ചതുപോലെ നമ്മൾ പല ഐഡിയാസിനെയും കണക്ട് ചെയ്യുന്നു. അത് ഭയങ്കര റിച്ചർ ആക്കുന്നു ആൻസേഴ്സ്. നമ്മൾ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് കൊടുക്കുന്നു, നല്ല അനലിറ്റിക്കൽ ആയിട്ടുള്ള കൺക്ലൂഷൻസും കൂടെ, എഫക്റ്റീവ് കൺക്ലൂഷൻസും കൂടെ കൊടുക്കുന്നു. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പഠിക്കുന്നത്. ഓക്കെ. സോ അപ്പോഴും എഴുതുക എന്ന് പറയുന്നത് അപ്പോഴും മുഴുവനല്ല. റൈറ്റ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. നിങ്ങൾക്ക് ടൈം ലിമിറ്റിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? സോ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ആ ഒരു ബേസിക് റൈറ്റിംഗിൽ നിന്ന് നിങ്ങൾ അഡ്വാൻസ് റൈറ്റിംഗിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിനോട് പാരലൽ ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് എഴുതുവാൻ കൂടെ നിങ്ങൾ പഠിപ്പിക്കും. കാരണം അത് നിർബന്ധമാണ്. കാരണം 2 മണിക്കൂറേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഒരെണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്കോർ കിട്ടില്ല. സോ ടൈം ബൗണ്ട് ആയിട്ടുള്ള എഴുത്ത് എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടീസും നിർബന്ധമാണ്. റൈറ്റ് പോയിന്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടാവും. റൈറ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റണം. ആൻസർ ക്വാളിറ്റി നമുക്ക് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആ ഒരു എക്സാമിന്റെ ഇപ്പം ഈ പറയുന്ന മാതിരി ഒന്നും ആയിരിക്കില്ല. ആ ഒരു ഭയങ്കര പ്രഷേർഡ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ റീകോൾ ചെയ്യാൻ എന്തെല്ലാം ടെക്നിക്, ഷോർട്ട് കട്ട്സ് നമുക്ക് അവിടെ ചെയ്ത് വെക്കാം, എങ്ങനെ നമുക്ക് ഇതിനെ ഓർത്ത് വെക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ എഴുന്നേറ്റ് പോകാവൂ. കംപ്ലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും 2 മണിക്കൂറായി നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങും. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് നിങ്ങൾ ആ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്ത് പോകണം. സോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഡിസംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ കൂടിയും നമ്മൾ സെപ്റ്റംബറിൽ ഓണത്തിന് ശേഷം നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ തുടർന്ന് അങ്ങോട്ടുള്ള 6 മാസം നിങ്ങൾ ഇതിനു മുന്നേ ചെയ്ത സെയിം മിസ്റ്റേക്കുകൾ, എസ്പെഷ്യലി എഴുത്തിന്റെ കാര്യത്തിലും പഠനത്തിന്റെ കാര്യത്തിലും ചെയ്തിരിക്കുന്ന മിസ്റ്റേക്സുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഗുലർ മെന്ററിംഗ് ഉണ്ടാവും. ക്ലാസ്സുകൾക്ക് പുറമെ, ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിന് പുറമെ നിങ്ങൾക്ക് റെഗുലർ ഗൈഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആൻസേഴ്സ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും. കൂടാണ്ട് എറർ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ എവിടെയാണോ തെറ്റ് പറ്റിയിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യുന്നു. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് അത് വൃത്തിയായിട്ട് എഴുതാനുള്ള സ്ട്രാറ്റജി എന്താണ് അത് വെച്ചിട്ട് ഗൈഡ് ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നു. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് എല്ലാം ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും.
ഓക്കെ. സോ ബേസിക്കലി കുറച്ച് ലെക്ചേഴ്സ് വരുന്നു, അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് വരുന്നു, പിന്നെ ഒന്ന് അവസാനമാകുമ്പോൾ പരീക്ഷയുടെ സമയത്ത് റിവൈസ് ചെയ്യുന്നു എന്നുള്ള പല കോമ്പറ്റേറ്റീവ് സ്ഥാപനങ്ങളും നൽകുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഒരു പതിവ് സ്ട്രാറ്റജിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് ഏറ്റവും വലിയ കടമ്പയായിട്ട് എഴുതാൻ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. സോ അതിൽ പ്രത്യേകിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ കൂടെ ഇരുന്ന് എഴുതിപ്പിക്കുകയും എഴുതാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുകയും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും നിങ്ങൾ എഴുതിയതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും റീറൈറ്റ് ചെയ്യുകയും അങ്ങനെ റെഗുലർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോസസ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ബിക്കോസ് വി നോ വി കനോട്ട് ലേൺ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ബൈ സിംപ്ലി വാച്ചിങ് സമൺ എൽസ് റൈറ്റ്. അല്ലെ, ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയത് നോക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചോ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ റൈറ്റിംഗ് ഇംപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ വേർ വി ആർ സ്റ്റാൻഡിങ്. ഇതിൽ എന്താണ്, ഞാൻ എഴുതിയതിൽ എന്തൊക്കെയാണ് തെറ്റുകൾ തിരുത്താനുള്ളത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒമിറ്റ് ചെയ്യാനുള്ളത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ റൈറ്റിംഗിനെ ഈ ഒരു എക്സാം നിലവാരത്തിലേക്ക് ഉള്ള ഒരു മികച്ച ആൻസറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി എന്താണ്, ഞാൻ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ എന്തെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം, ഞാൻ എന്തെല്ലാം പഠിച്ചെടുക്കേണ്ടതുണ്ട്, ഞാൻ ഏതെല്ലാം രീതിയിൽ ഇതിനെ മാറ്റി എഴുതേണ്ടതുണ്ട്, ഈ സ്ട്രാറ്റജി കിട്ടണം. റൈറ്റ്. സോ അതിനനുസൃതമായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, റൈറ്റ്? യെസ്. സോ ഇഫ് ദ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ were tomorrow, ഞാൻ ചുമ്മാ ചോദിക്കാണ്, could you answer understand the question immediately, or could you plan your answer, or could you write a strong introduction, or develop a critical argument, or use textual evidence, or complete the answer within time, or maintain quality throughout the paper? ഇമ്മീഡിയറ്റ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാത്തിനും കയറി നോ 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 എന്ന് കയറി പറഞ്ഞേക്കാം അല്ലേ. പക്ഷേ that's exactly what we need to work on, because we got a lot to work on. But don't worry, you know, we are going to tackle that, and we are going to be with you. So just don't prepare only to know. അതാണ് എനിക്ക് ആദ്യം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. Prepare to answer, prepare to execute. So that's what we are doing here. എനിക്ക് ഏറ്റവും MNPSCയുടെ ഭാഗമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഈ കോഴ്സിന് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് നമ്മൾ ഒരു പ്രധാന മേഖലയായിട്ട് തന്നെ നമ്മൾ കാണുന്നു എന്നുള്ളതും ആൻസർ കറക്ഷൻ ഉണ്ടെന്നുള്ളതും. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഡിസ്ക്രിപ്റ്റീവ് ഏരിയയെ അത് അങ്ങനെ തന്നെ ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ട് കാണുകയും അവിടെ സ്പെഷ്യൽ ഗൈഡൻസും അവിടെ കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രാക്കിങ്ങും അപ്ഡേഷനും ഇംപ്രൂവ്മെന്റും എന്നുള്ളത് മാത്രമല്ല, കൂടാണ്ട് അതോടൊപ്പം തന്നെ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളവിടെ. ഈ ഒരു മെന്ററിങ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെ എഴുത്തിലും എന്തെല്ലാം വ്യത്യാസം വരുത്തേണ്ടതുണ്ടെന്ന് നമുക്ക് പേഴ്സണലി തന്നെ മനസ്സിലാക്കാൻ പറ്റണം, അല്ലെ? സോ അത് നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് പലരും അത് ചെയ്യാൻ മുതിരാറില്ല. സോ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളിവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് പേഴ്സണലി ബീങ് എ ഫാക്കൽറ്റി ഹു വർക്ക്സ് ഹിയർ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ വിൽ ബി ദ വൺ ഹു ഇസ് ഇൻ ചാർജ് ഓഫ് ദിസ് കോഴ്സ് and we'll be beginning the session right after Onam. Okay. And since it's Onam, this is the offer we are guaranteeing, which means 17,000, 1,500 nana. So Onam pramanichu, we are selling this course for 15,000. Okay. So the prakaramaitu will be mastering the syllabus and exam strategy, answer writing, critical analysis, speed, structure, scoring techniques, ഇതെല്ലാം ഉണ്ടാവും. അത് മറ്റൊരു കാര്യമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് പലപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് എഴുതുക എന്നുള്ളത് മാത്രമല്ല, ടൈം ബൗണ്ട് ആയിട്ട് ഇങ്ങനെ തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ തന്നെയും അത് റെക്കോർഡഡ് ആയിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾ അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് എടുക്കാവുന്നതാണ്. PDF നോട്ട്സുകൾ ഉണ്ടാവും. ഓക്കെ. പിന്നെ കുറച്ച് PYQs വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. ചെറിയ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. മോക്ക് ടെസ്റ്റുകൾ പലപ്പോഴും MCQs ആയിട്ടായിരിക്കും തരുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ MCQ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ ചില കോൺസെപ്റ്റുകൾ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ആ കോൺസെപ്റ്റുകൾ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെഷന് ശേഷവും ഒരു 10 MCQ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം അന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രധാന പോയിന്റുകൾ, കോണ്ടന്റ് നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ചാപ്റ്ററിന് ശേഷമുള്ള നോട്ടിലും നമ്മൾ അനലിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് എവറിഥിങ് റിഗാർഡിംഗ് ദ ടൈറ്റിൽ, തീംസ്, മേജർ ആസ്പെക്ട്സ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സഫിഷ്യന്റ് ഏബിൾ നോട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
So if you're planning, you can actually, scan the QR code, or you can actually reach out to our team through this phone number given on the screen. Or otherwise, ഞാൻ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ടീം കോമന്റിൽ നിങ്ങൾക്ക് കോമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഈ ലിങ്കിൽ കയറിയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ക്ലിയർ എവറി വൺ? യെസ്, ഈ ഒരു പി പി ടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഷുവർ ഗൗരിനന്ദ. വാട്ട് എൽസ്? മറ്റെന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? Anything else? Anyone? യാ, സിലബസ് ആക്ച്വലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി സിലബസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ വരുന്ന ക്ലാസ്സിലും ഓറിയന്റേഷൻ ആണ്. ഓണത്തിന് ശേഷം നമ്മൾ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ എന്റെ സിലബസ് 14 മൊഡ്യൂളുകളുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡിക്കും നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്കും. അപ്പൊ ആദ്യം ഡീറ്റെയിൽ സ്റ്റഡിയും പിന്നെ നോൺ ഡീറ്റെയിൽഡും ഉണ്ട്, പിന്നെ കൾച്ചറൽ സ്റ്റഡീസ്, ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെയുള്ള ഏരിയാസും ഉണ്ട്. സോ ഇത്രത്തോളം വരുന്നതാണ്. കംപ്ലീറ്റ്ലി സബ്ജക്ട് റിലേറ്റഡ് ആണ്. നമ്മൾ HSSTക്കും PHSCക്കും ഇതിനും അല്ലെങ്കിൽ HSCക്കും ഒക്കെ പറഞ്ഞ മാതിരി ജനറൽ അഫയേഴ്സോ കറന്റ് അഫയേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സ്ട്രിക്ട്ലി സബ്ജക്ട് റിലേറ്റഡ് ആണ്. സോ അത് വലിയൊരു ആശ്വാസമാണ്. ഇറ്റ്സ് ആക്ച്വലി സോ കംഫർട്ടിങ്. കാരണം നിങ്ങൾക്ക് ഇനി വെറുതെ കഷ്ടപ്പെട്ട് GK ഒന്നും ഉണ്ടാക്കാൻ പോണ്ട. നമ്മുടെ സബ്ജക്ട് വൃത്തിയായിട്ട് പഠിച്ചോ, വൃത്തിയായിട്ട് എഴുതിയോ, നമുക്ക് സ്കോർ ചെയ്യാം. ഞാൻ നമ്മുടെ യൂട്യൂബ് ക്യാമ്പയിനിലും പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 37 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ആൻഡ് കമ്പയറിംഗ് ടു എ ലോട്ട് ഓഫ് അതർ എക്സാംസ്, ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ന്യൂസ്. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് മിത്സുകള്, ഹൈപ്പുകള് ഭയങ്കര ഫ്രൈറ്റനിങ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് സ്കെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് മിത്സുകൾ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ എന്ത് വന്നാലും കിട്ടില്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000-ഓളം ആളുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ എഴുതിയിട്ടുള്ളത്. അതിൽ 350 സംതിങ് ആളുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ മാത്രം 200 ആളുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇത്തവണ കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും സംസാരം വന്നിട്ടുണ്ട്. സോ ഈ 37 എന്നുള്ളതിൽ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോയേക്കാം. ആൻഡ് ട്രസ്റ്റ് മീ, യു ക്യാൻ ബി തേർഡ്. നമുക്ക് അവിടെ എത്താൻ പറ്റും. നമ്മളവിടെ ഓൾറെഡി നമ്മളെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നിടത്താണ്. Whatever you have to do right now is just take the chance and give your best. Okay. Cut off, I guess maybe I can just refer that. Like cut off-നെ കുറിച്ച് അതൊന്ന് നോക്കേണ്ടി വരും. ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റ പരിശോധിച്ചത് പ്രകാരമായിട്ട് 200-ഓളം ആളുകൾ മെയിൻ ലിസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അത് മെയിൻ ലിസ്റ്റിലടക്കവും സപ്ലിമെന്ററി ലിസ്റ്റിലടക്കവുമുള്ള ആളുകൾ അടക്കമാണ് 37-ഓളം അഡ്വൈസ് നിലവിൽ പോയിട്ടുള്ളത്. എക്സാം പാറ്റേൺ ഇതുവരെ അത് പറയുമായിരുന്നു. നമുക്ക് 2 മണിക്കൂർ ഉള്ള പരീക്ഷയാണ്. 2 മണിക്കൂറുള്ള പരീക്ഷയാണ്. സോ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ്. 20 ചോദ്യങ്ങളാണ്. 3 സ്കോറിംഗ് രീതിക്കുള്ള ചോദ്യങ്ങളാണ്. അതായത് 20-ഓളം ചോദ്യങ്ങൾ 3 മാർക്കിന്റെയും 6 മാർക്കിന്റെയും 8 മാർക്കിന്റെയും ആണ് സ്റ്റാൻഡേർഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. 2024 നടന്നിട്ടുള്ള SC വിഭാഗത്തിനുള്ള സ്പെഷ്യൽ എക്സാമിൽ അവർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം വന്ന സമയത്ത് അവരുടെ ഇതിൽ 5 മാർക്കിന്റെ 6 മാർക്കിന് പകരം 4 മാർക്കിന്റെ രീതിക്കുള്ള ചെറിയൊരു സ്കോറിംഗ് പാറ്റേണിൽ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടോട്ടലി 100 മാർക്കിന് തന്നെയാണ്. ചെറിയ സ്കോറിംഗിന് വ്യത്യാസം വന്നു. പക്ഷെ സ്റ്റാൻഡേർഡ്ലി ജനറൽ ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷയിൽ ഇതാണ് കണ്ടിട്ടുള്ളത്. ഡിസംബറിൽ നെറ്റ് ക്വാളിഫൈ ചെയ്താലും നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻവർഷങ്ങളിൽ, അതായത് മുൻ തവണ വന്നിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ ആ നോട്ടിഫിക്കേഷന്റെ ആ ഒരു സമയവും പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വരലും അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു ഏകദേശ സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഡിസംബറിൽ ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിസംബർ നെറ്റ് കഴിഞ്ഞിട്ടായിരിക്കുമോ എന്നുള്ളത് നമുക്ക് സ്ട്രിക്ട്ലി നമുക്ക് അവിടെ കൺഫേം ചെയ്യാൻ പറ്റില്ല.
പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഡിസംബറിലേക്ക് നിങ്ങൾക്ക് നെറ്റിന് ഏറ്റവും മികച്ചതായിട്ട് തയ്യാറെടുക്കാം. ഓക്കെ, പരീക്ഷ എന്ത് വന്നാലും ഡിസംബർ മാസത്തിന് ശേഷമായിരിക്കും. സോ ഡിസംബറിൽ നെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിസംബറിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനമാണ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുക, അങ്ങനെയുള്ള കുറച്ച് ബേസിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ നമുക്ക് സമയമുണ്ട്. സോ നിങ്ങൾക്ക് ഡിസംബറിൽ ഈസി ആയിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഡിസംബറിൽ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കൂടെ ചെയ്യുക. കാരണം നെറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണയൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത്തവണ കോളേജ് PSCയും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത തവണ അത് വരണം എന്നുണ്ടെങ്കിൽ പൊതുവിൽ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം എന്ന് പറയുമ്പോൾ അത് ഇനിയും കഴിഞ്ഞ വർഷങ്ങളിലെ കേസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 മുതൽ 4 വർഷം വരെ നീണ്ടേക്കാം. അതായത് ഈ ഒരു വർഷത്തെ എക്സാം നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു 4 മുതൽ 5 വർഷം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതെ, അപ്പോഴേക്കേ അതിനുള്ള സമയം ആവുകയുള്ളൂ. നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ, അതിനുശേഷമേ ആപ്ലിക്കേഷൻ തുടങ്ങുകയുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ഓൾറെഡി 7:13 ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം ഫോർ us to wind up. ഐ ഗെസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൺസേൺസുകൾ ഞാനൊന്ന് അഡ്രസ് ചെയ്തു. കട്ട് ഓഫിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഒന്ന് റെഫർ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? നിങ്ങൾക്കൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ക് തന്നിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ പൊതുവിലുള്ള കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്രയും ആളുകൾ ലിസ്റ്റിൽ പെട്ടു, അഡ്വൈസ് ഇത്രയും പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ഒക്കെ പറഞ്ഞു. യാ, യെസ്. ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ വരുന്ന ഓറിയന്റേഷൻ സെഷനോടൊപ്പം പറയുന്നതായിരിക്കും നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത്. ആൻഡ് ഐ വിൽ ബി എക്സ്പെക്ടിങ് യു ഓൾ ആൻഡ് ഐ വിൽ ബി ഹാൻഡ്ലിംഗ് ദ സെഷൻസ്. ആൻഡ് മൈ നെയിം ഈസ് നിഹാൽ ജബിൻ, ബൈ ദ വേ. ഞാനൊരു 4 years ആയിട്ട് ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിലുണ്ട്. ആൻഡ് ഐ എം ഓൾസോ an aspiring research enthusiast. Yeah, that's it. Thank you so much. സോ ഈ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. കാരണം ഇതൊരു ഓണം ബേസ്ഡ് ഓഫറും കൂടിയാണ് നമ്മൾ ആ ഒരു പ്രൈസിങ്ങിൽ വരുത്തിയിട്ടുള്ളത്. ആൻഡ് യാ, that's it. Thank you so much, everyone. Good night.